ഈ സമയത്ത് മുഹമ്മദ് അലി തന്റെ ഭാഗത്തോട് അതിനെ പുറകിലാണ് തന്റെ ഭാഗത്തുള്ള ഗ്ലാസിന്റെ ഡോറിന്റെ ഗ്ലാസ് താഴ്ത്തിയിട്ട് വിളിച്ചു പറഞ്ഞു ഒന്ന് കേട്ട് തോന്നുന്നതിന് പോകാമായിരുന്നു. ഈ സമയത്ത് ആ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു, അങ്ങേക്ക് എന്നോട് എത്ര ഇളക്കമാണുള്ളത് എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ കേട്ടു. സുബ്ഹാനല്ലാഹ്, ഡോക്ടർ മുഹമ്മദ് അലി അദ്ദേഹം ഈ സെക്യൂരിറ്റി ഓഫീസർമാർക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ്. ഒരു വെള്ളിയാഴ്ച ദിവസം ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് കാണും, തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ കണ്ടാലായി അദ്ദേഹം കണ്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബക്കാരനല്ല, അദ്ദേഹത്തിന്റെ അയൽവാസിയല്ല, നാട്ടുകാരനല്ല, അദ്ദേഹവുമായിട്ട് യാതൊരു സാമ്പത്തിക ഇടപാടുകൾ അറിയില്ല, അദ്ദേഹം വിവാഹത്തിലൂടെ അദ്ദേഹത്തിന്റെ ബന്ധുവല്ല. അങ്ങനെയുള്ള ഒരു അന്യനായ ഒരു സെക്യൂരിറ്റി ഓഫീസർ ഡോർ ചോദിച്ചപ്പോൾ പറയുന്നത്, അതെ അങ്ങനെ എന്നോട് എന്ത് പിണക്കമാണുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കാം. ആ സമയത്ത് ഡോക്ടർ മുഹമ്മദ് അലി പുറത്തിറങ്ങിയിട്ട് മുസാഫഹാരിൽ പറഞ്ഞു, എനിക്ക് അന്യമായി ഒരു ബന്ധവുമില്ലല്ലോ, അതായത് അങ്ങനെ കുടുംബ ബന്ധമോ സാമ്പത്തിക ഇടപാടോ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനാണ് അങ്ങയോട് പിണങ്ങേണ്ടത്, എനിക്ക് അങ്ങയുടെ ഒരു പിണക്കവും ഇല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു, താങ്കളുടെ വണ്ടി ഏകദേശം 12 മണിയാകുന്ന സമയത്ത് വളരെ സ്പീഡിൽ ഈ ഗേറ്റ് സ്ഥലത്തേക്ക് കടക്കാൻ വേണ്ടി വരുന്ന സമയത്ത് താങ്കളുടെ ഭാഗത്തുള്ള ഗ്ലാസ് താഴ്ത്താറുണ്ട്, എന്നിട്ട് സലാം പറയാറുണ്ട്, എന്നോട് സുഖമാണോ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ഇവിടെ വന്ന് വിമാനസ്നാനം കഴിഞ്ഞ് താങ്കൾ തിരിച്ചു പോകുന്ന സമയത്ത് എന്നോട് സലാം പോലും പറയാതെയാണ് താങ്കൾ കടന്നു പോകാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്താണ് നിർത്താമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. മുഹമ്മദ് അലി ഒരു സാമൂഹിക പ്രവർത്തകനായ ഒരു ദാഇയായ മുഹമ്മദ് അലി പറഞ്ഞു, യാ അല്ലാഹ്, എന്റെ സഹോദര, ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോ എന്റെ ഫോൺ ഞാൻ സൈലന്റിലാണ്. ഞാൻ വിമാനസ്ഥാനം നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രവാസം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഒരുപാട് ആളുകൾ അതിൽ പിടിച്ചിട്ടുണ്ടാകും, ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടാകും. നോക്കിയും ആരാണ് എന്നെ വിളിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് അത്യാവശ്യം കോളുകൾ തിരിച്ചു ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഞാൻ അപ്പോ ശ്രദ്ധിച്ചു ഈ സംഭവത്തോടുകൂടി ഞാനൊരു കാര്യം പഠിച്ചു. ഞാനുമായി യാതൊരു തരത്തിലുള്ള കുടുംബമോ സാമ്പത്തിക ഇടപാടോ ഒന്നുമില്ലാത്ത ഈ മനുഷ്യൻ എന്നിൽ നിന്ന് ഒരു സ്ഥലം പ്രതീക്ഷിച്ചു എങ്കിൽ എന്നെ ഞാനാക്കി വളർത്തിയില്ല. എനിക്ക് 2 വർഷം മുലപ്പാൽ തന്ന എന്റെ മാതാവ് ഓരോ തവണയും എനിക്ക് മുലപ്പാൽ നൽകുമ്പോ ഒരു ദിവസത്തിൽ 8, 10, 15, 20, 30 തവണ ഞാൻ കഴിയുന്ന സമയത്ത് എന്നെ എടുത്തു വെച്ച് മുലപ്പാൽ തന്ന എന്റെ മാതാവ് എന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് എന്തെല്ലാം ചെയ്യുന്നത് ആഗ്രഹിച്ചിട്ടുണ്ടാകും. ഞാൻ വളർന്നു വലുതാകണമെന്ന്, ഞാൻ എന്നെ മേഖലകളിലേക്ക് എത്തിച്ചേരണമെന്ന് ഒക്കെ എന്റെ മാതാവ് ആഗ്രഹിച്ചിട്ടുണ്ട്. അതെ, എനിക്കങ്ങനെ മാതാവ് എന്നെ കുറിച്ച് അത്തരത്തിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് വേണ്ടിയും എന്റെ മാതാവിന് വേണ്ടിയും എന്റെ മറ്റ് അനുജന്മാർ ജ്യേഷ്ഠന്മാർക്ക് വേണ്ടിയും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്ന എന്റെ പിതാവ് ഞാൻ എന്തൊക്കെയോ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതെ, എന്റെ കുടുംബാദികൾ, എന്റെ ബന്ധുമിത്രാദികൾ അവരും ഒരുപാട് ഞാൻ വലിയ ആളാകണമെന്ന് അവരോട് ആഗ്രഹിച്ചു. എന്റെ നാട്ടിലുള്ള എന്റെ നാട്ടുകാർ, എന്റെ ജമാഅത്തിലുള്ള ആളുകൾ, എന്റെ അയൽവാസികൾ അവരെല്ലാവരും ഞാൻ ആരൊക്കെയോ ആകണമെന്ന് ആഗ്രഹിച്ചു. ഈ ആഗ്രഹം എനിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചു ഇല്ലേ ആരാണ് മാതാവെന്നും ആരാണ് പിതാവെന്നും ആരാണ് ബന്ധുക്കളാണെന്നും ആരാണ് അയൽവാസികളെന്നും അവരോടുള്ള കടപ്പാടുകളും എന്താണെന്നും യഥാർത്ഥ സമയത്ത് പഠിപ്പിക്കേണ്ടുന്ന സമയത്ത് പഠിപ്പിച്ചില്ല എങ്കിൽ നമ്മളെ ഈ അഹ്മാനെ പോലുള്ള ഒരുപാട് ആളുകൾ ഈ ലോകത്തും ഉണ്ടാവാൻ സാധ്യതയുണ്ട്.